സൃഷ്ടാവും അത്യുന്നതനുമായ ദൈവപിതാവിന് എല്ലാ മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതനായ ദൈവപിതാവ് മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വിഷയം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2 കൊരിന്തോസ് 10-ാം അധ്യായം 17-ാം വചനം. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് ചുറ്റും മനുഷ്യരിൽ അഭിമാനിക്കുന്നു. മനുഷ്യൻ്റെ ശക്തിയിൽ, കഴിവിൽ, സമ്പത്തിൽ, മഹത്വത്തിൽ, ഇങ്ങനെ അനേകം കാര്യങ്ങളിൽ മനുഷ്യൻ അഭിമാനിക്കുന്നു. ഇനി മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ അഭിമാനിക്കുന്നു. മനുഷ്യൻ അചേതനങ്ങളായ മറ്റു വസ്തുക്കളിൽ അഭിമാനിക്കുന്നു. അങ്ങനെ അനേകം വ്യർത്ഥമായ അഭിമാനം നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹം. എന്നാൽ ഇവിടെയെല്ലാം നമ്മൾ കണ്ടു, നാം യഥാർത്ഥത്തിൽ അഭിമാനിക്കേണ്ടത് എല്ലാറ്റിൻ്റെയും ഉടയവനായ അത്യുന്നതനായ ദൈവത്തിലാണ്. മനുഷ്യൻ അവൻ്റേതെന്ന് കരുതി അഭിമാനിക്കുന്ന സകലതും അവന് ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ചതോ, ദൈവത്തിൻ്റെ ശക്തിയാൽ അവൻ നേടിയെടുക്കുന്നതോ, ദൈവം അനുവദിച്ചതുകൊണ്ട് അവൻ സ്വന്തമാക്കിയതോ ഒക്കെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ അഭിമാനിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ കഴിഞ്ഞ 2 ശുശ്രൂഷകളിലായി നമ്മൾ കണ്ടു. മനുഷ്യനെ അഭിമാനിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് അവൻ്റെ ആത്മീയത. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ഫിലിപ്പി 2:13, എന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ഒരു വ്യക്തി ആത്മീയതയിൽ യഥാർത്ഥ ആത്മീയതയുടെ പരിവേഷമുള്ള കാര്യമോ അല്ലെങ്കിൽ മനുഷ്യനാത്മീയത എന്ന് കരുതുന്നതോ അല്ല, ദൈവസന്നിധിയിൽ യഥാർത്ഥമായ ആത്മീയത. ഈ ആത്മീയതയിൽ അവൻ എത്രമാത്രം ദൈവഹിതമനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നുവെങ്കിൽ അത് ദൈവം അവനെ ഉത്തേജിപ്പിക്കുന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, ആത്മാവിൻ്റെ ഇഷ്ടത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. ഈ ശക്തികളെ കീഴ്പ്പെടുത്താൻ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്നത്, ഒരു വ്യക്തിയുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടൊരു വ്യക്തി ആത്മീയതയിൽ ഏതെങ്കിലും രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ, ആത്മീയമായ കാര്യങ്ങളിൽ അവൻ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് അഭിമാനിക്കേണ്ടത്, മഹത്വം നൽകേണ്ടത് ദൈവത്തിന് തന്നെയാണ്. യോഹന്നാൻ 3:27, യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ 2000 വർഷം മുൻപ് സ്നാപക യോഹന്നാൻ ദൈവപുത്രൻ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കാൻ ദൈവം അയച്ച പ്രവാചകൻ ഏറ്റുപറഞ്ഞൊരു വലിയ ദൈവിക സത്യം, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു മനുഷ്യനിൽ വെളിപ്പെടുന്ന ആത്മീയമായ ഏത് ശക്തിവിശേഷമായാലും അത് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടണം. അപ്പോൾ നാം യഥാർത്ഥത്തിൽ അഭിമാനിക്കേണ്ടത് ഈ ശക്തിവിശേഷങ്ങളും ഈ വരദാനങ്ങളും ഈ കഴിവുകളും എല്ലാം നമുക്ക് നൽകുന്ന
അത്യുന്നതനായ ദൈവത്തിലല്ലേ? എഫെസോസ് 2:7-9. അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. ഇവിടെ ഒരു 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ എഴുതി വെച്ചു, വരാനിരിക്കുന്ന കാലങ്ങളിൽ. ഏതാണ് ഈ വരാനിരിക്കുന്ന കാലം? അവസാന കാലം. അപ്പോൾ അവസാന കാലത്ത് ദൈവമക്കളിൽ വെളിപ്പെടുത്തുന്ന ഒരു കൃപയുണ്ട്. ക്രിസ്തീയ വിശ്വാസികൾക്കെല്ലാം അറിയാം, അവർ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് വന്നപ്പോൾ അവൻ്റെ കുരിശുമരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും വിശ്വാസികൾക്ക് ഒരു കൃപ ലഭിച്ചു, പാപമോചനത്തിൻ്റെ കൃപ. എന്നാൽ ആ കൃപയെക്കുറിച്ചല്ല ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിന് 2ാം വരവിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു കൃപ. ഇവിടെ ഈ കൃപയെക്കുറിച്ച്, ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, ഈ കൃപ കൊണ്ടുവരുന്ന ദൈവപുത്രൻ്റെ വരവിനെക്കുറിച്ച് ഒക്കെ അന്ത്യകാലത്ത് നമ്മെ അറിയിച്ച് നമ്മെ ഒരുക്കുവാൻ ദൈവം ഒരുക്കിയ സംവിധാനമാണ്, ഒരു ശുശ്രൂഷയാണ് സദ്വാർത്ത. ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ ഏശയ്യാ പ്രവാചകനിലൂടെ അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടും എന്ന് പരിശുദ്ധ ബൈബിളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു സദ്വാർത്ത ഈ അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ഈ സദ്വാർത്ത പ്രഘോഷിച്ച ദൈവത്തിൻ്റെ അത്യുന്നതൻ്റെ പ്രവാചകനാണ് ജോസഫ് പൊന്നാർ. പ്രിയപ്പെട്ടവരെ, അത് രക്ഷയ്ക്ക് നിയോഗം ലഭിച്ചവർക്ക് സ്വീകരിക്കാനും ഗ്രഹിക്കാനും സാധിക്കും. അപ്പോൾ ഈ വലിയൊരു കൃപയുടെ പ്രഘോഷണമാണ്, ദൈവത്തിൻ്റെ കൃപാവത്സരത്തിൻ്റെ പ്രഘോഷണമാണ് സദ്വാർത്ത. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഒരു വലിയ ദൈവത്തിൻ്റെ സത്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രൻ യേശു ക്രിസ്തു അവനിൽ വിശ്വസിച്ചവർക്ക് ഒരു രക്ഷ നൽകി. എന്നാൽ അതേ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവൻ വാഗ്ദാനം നൽകി, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ യേശു ക്രിസ്തു നൽകിയൊരു വാഗ്ദാനമാണ് നിത്യജീവൻ. അപ്പോൾ നിത്യരക്ഷ യേശു ക്രിസ്തു അവൻ്റെ 2ാം വരവിലാണ് നൽകുന്നത്. അപ്പോൾ 1ാം വരവിൽ അവൻ നൽകിയ രക്ഷയും 2ാം വരവിൽ നൽകാനിരിക്കുന്ന രക്ഷയും വിശ്വാസം വഴി കൃപയാലാണ് നാം സ്വന്തമാക്കുന്നത്. അത് നേടിയെടുത്തതല്ല. മനുഷ്യൻ ചെയ്യുന്ന ഏതെങ്കിലും സൽപ്രവൃത്തിക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലമല്ല, അല്ല, മനുഷ്യൻ നേടിയെടുക്കുന്ന കൂലിയല്ല രക്ഷ. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആർക്ക്? വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുന്ന ദാനം. അതുകൊണ്ട് ഇന്ന് പല സഭാ നേതാക്കൾ, പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത് കേൾക്കുന്നുണ്ട്, നന്നായി ജീവിച്ചാൽ രക്ഷപ്പെടും. അത് ക്രിസ്തീയ വിശ്വാസമല്ല, അത് ദൈവവചനത്തിന് ചേർന്നതല്ല, അത് വചനവിരുദ്ധമായ നുണയാണ്. ആരും അവൻ്റെ പ്രവൃത്തി മൂലം രക്ഷ പ്രാപിക്കില്ല. മറിച്ച് അവൻ ദൈവത്തിൽ നിന്ന് ദാനമായി സൗജന്യമായി സ്വീകരിക്കുന്നതാണ് രക്ഷ. അതവൻ്റെ വിശ്വാസം വഴിയാണ്. ദൈവം ആരിലേക്കാണോ കൃപയൊഴുക്കുന്നത് അവർക്കാണ് രക്ഷ ലഭിക്കുക. അപ്പോൾ ഈ രക്ഷയും ഈ കൃപയും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിലല്ലേ, അത്യുന്നതനായ ദൈവപിതാവിലല്ലേ നാം അഭിമാനിക്കേണ്ടത്. 1 കോരിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അപ്പോൾ ഇത് ദൈവം അയച്ച ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുന്നതാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവർ പറയുന്നതാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അപ്പോൾ ദൈവപിതാവിൽ വിശ്വസിക്കുന്ന,
ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഏറ്റുപറയേണ്ട കാര്യമാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാനൊന്നുമില്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അപ്പോൾ ദൈവം അയച്ചവന് വളരെ അസന്നിഗ്ധമായി ദൈവത്തിൽ അഭിമാനിച്ചുകൊണ്ട് പറയാൻ കഴിയും, ദൈവം എനിക്ക് തന്ന കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അപ്പോൾ ഈ കൃപ ആരെല്ലാം നിഷ്ഫലമാക്കാതിരിക്കുന്നുവോ അവരെല്ലാം ദൈവമൊരുക്കിയിരിക്കുന്ന ചേതോഹരമായ രക്ഷ സ്വന്തമാക്കും. അപ്പോൾ ഈ കൃപ നമ്മിലേക്ക് ഒഴുക്കുന്ന അത്യുന്നതനായ ദൈവത്തിൽ നമുക്ക് അഭിമാനിക്കാം. എഫെസോസ് 1:17-18 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അപ്പോൾ ഇത് 2000 വർഷം മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിയ ഒരു പ്രവചനം. നാം ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നയിക്കപ്പെടണം. അതിന് വെളിപാടിൻ്റെ ആത്മാവിനെയും ജ്ഞാനത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് ലഭിക്കണം. ഇത് ലഭിക്കുന്ന കാലഘട്ടമാണ് അവസാന കാലം. അങ്ങനെ ലഭിക്കുന്ന ഒരു ഗണം ഉണ്ട്. ഇനി ദൈവവചനം എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചേ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിങ്ങളെ വിരിച്ചിരിക്കുന്നത് എന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങൾ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പ്രത്യാശ എന്താണ് അത് നമ്മൾ അറിയണം. വിശുദ്ധർക്ക്, അതാരാണ് വിശുദ്ധരെന്ന് സദ്വാർത്തയിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധർക്ക് അവകാശമായി ദൈവമൊരുക്കിയിരിക്കുന്ന, വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു മഹത്വമുണ്ട്. ഈ മഹത്വവും എന്തെന്ന് നാം അറിയണം. എന്നാലല്ലേ അത് അന്വേഷിക്കാനും അതിനുവേണ്ടി ആഗ്രഹിക്കാനും പ്രവർത്തിക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഇത് അറിയണം. പക്ഷെ എങ്ങനെ അറിയണമെങ്കിൽ ദൈവം നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദേവൻ ബുദ്ധിയിൽ അന്ധകാരം നിറച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശം ഗ്രഹിക്കാൻ കഴിയാത്തവരാക്കി മാറ്റിയിട്ടുള്ളവർക്ക്, ഭൗതിക വിജ്ഞാനത്താൽ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർക്ക് ഇത് ഗ്രഹിക്കാനുള്ള ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടില്ല. അവരുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ദൈവം നമ്മുടെ കണ്ണുകളെ, ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു ദൈവീക രഹസ്യവും അറിയാനോ ദൈവത്തെ അറിയാനോ ദൈവപിതാവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന അറിയാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് സ്വന്തമാക്കാൻ അധ്വാനിക്കാനും കഴിയില്ല. അപ്പോൾ സത്യത്തിൽ നാം അഭിമാനിക്കേണ്ടത് അത്യുന്നതനായ ദൈവത്തിലല്ലേ. ലൂക്കാ 10:21 ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. പുത്രൻ യേശുക്രിസ്തു പിതാവായ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തെന്നാൽ അങ്ങ് ഇവ വിജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ദൈവീക രഹസ്യങ്ങളൊക്കെ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ദൈവം ചിലരിൽ നിന്നും മറയ്ക്കും, മറ്റു ചിലർക്ക് തുറന്നു കൊടുക്കും. രണ്ടും ചെയ്യുന്ന ദൈവം തന്നെയാണ്. ആരുടെ മുമ്പിലാണ് ഈ ദൈവീക രഹസ്യങ്ങളൊക്കെ ദൈവം മറയ്ക്കുന്നത്? ബുദ്ധിമാന്മാരുടെയും വിജ്ഞാനികളുടെയും മുൻപിൽ. കേൾക്കുമ്പോൾ വിരോധാഭാസമായിട്ട് തോന്നാം.
ബുദ്ധിമാന്മാരും വിജ്ഞാനമുള്ളവരും ഒക്കെ അല്ലേ ഇതൊക്കെ അറിയുന്നത് എന്നാണ് മനുഷ്യൻ്റെ വിചാരം. പക്ഷേ ഈ വിജ്ഞാനവും ഈ ബുദ്ധിയും ദൈവീയ രഹസ്യങ്ങൾ അറിയാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സ്വയം വിജ്ഞാനമുള്ളവരെന്നും ബുദ്ധിമാന്മാരെന്നും കരുതുന്നവരുടെ മുൻപിൽ പിതാവായ ദൈവം ഈ ദൈവരാജ്യ രഹസ്യങ്ങളെല്ലാം അടച്ചുകളെ തുറന്നു കൊടുക്കില്ല. അവരത് എത്ര കേട്ടാലും ഗ്രഹിക്കില്ല. ഇതിന് കഴിഞ്ഞ ദശകങ്ങളായി സിയോനിൽ പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്തയുടെ പ്രഘോഷണം, അത് കേൾക്കുന്ന ആളുകളുടെ പ്രതികരണം തെളിയിക്കുന്നു. മറിച്ച് ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിലല്ലേ നാം അഭിമാനിക്കേണ്ടത്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം വചനം, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. ഇവിടെ ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജ്ഞാനത്തെ ദൈവത്തിൻ്റെ വചനം വിളിക്കുന്നു അവൾ. ഇത് ഇന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തരെന്ന് അവകാശപ്പെടുന്നവർ പോലും ഇതാരാണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. ഈ ജ്ഞാനം ആര് വഴിയാണ് ദൈവം തരുന്നത് എന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാൻ, ദൈവത്തിൻ്റെ ഹിതമറിയാൻ ഒക്കെ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം വേണം. അത് ദൈവം തന്നാൽ മാത്രമേ, അത് നാം സ്വീകരിച്ചാൽ മാത്രമേ ഈ രഹസ്യങ്ങൾ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ജ്ഞാനം നമുക്ക് നൽകുന്ന ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തിലല്ലേ നാം അഭിമാനിക്കേണ്ടത്? ഇവിടെ മനുഷ്യനെ അഭിമാനിക്കുന്ന മറ്റൊരു കാര്യമാണ് മഹത്വം. നമുക്കറിയാം, മനുഷ്യൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ പുകഴ്ത്തി പറയുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. 1 പത്രോസ് 1:24-25 എന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്. വചനം എത്ര മൂർച്ചകളാണെന്ന് നോക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്ര കാർക്കശ്യത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി. മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്. അവരുടെ മഹിമ, മനുഷ്യന് അഭിമാനം കൊള്ളുന്ന മനുഷ്യൻ്റെ മഹത്വം, അതാരുടെ ആയാലും പുല്ലിൻ്റെ പൂവിന് തുല്യം. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. എപ്പോൾ? കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ. ദൈവത്തിൻ്റെ വചനം മൂലം ഈ പുൽക്കൊടികൾ കരിഞ്ഞു പോകും, അവയുടെ പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ മഹത്വത്തിൻ്റെ അവസാന വാക്കായി വിരാജിച്ചിരുന്ന അനേകരുണ്ടായിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഇവിടെ അവർ സ്വന്തമാക്കിയ ഒരു മഹത്വവും അവർ കൂടെ കൊണ്ടുപോയിട്ടില്ല, കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. മരണശേഷമുള്ള അവരുടെ ജീവിതമുള്ളവർക്ക് അതൊട്ട് പ്രയോജനപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ഈ ലോകത്തിലെ മഹത്വം അത് എത്ര വലുതെന്ന് മനുഷ്യന് വാഴ്ത്തിയാലും പുല്ലിൻ്റെ പൂവിന് തുല്യം. എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കും. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. അപ്പോൾ നമ്മോട് പ്രസംഗിക്കപ്പെട്ട 2000 വർഷം മുമ്പ് പ്രസംഗിക്കപ്പെട്ടതും ഈ അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്തയുടെ വചനങ്ങളും ആണ് നിത്യം നിലനിൽക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മഹത്വത്തിൽ എന്തെങ്കിലും അഭിമാനിക്കാനുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ മഹത്വം, സ്വയം പുകഴ്ത്തൽ, മറ്റുള്ളവരെ പുകഴ്ത്തൽ എത്രമാത്രം ഭോഷത്വമാണ്. യെശയ്യാ 28:5 അന്ന് സൈന്യങ്ങളുടെ കർത്താവ് മഹത്വത്തിൻ്റെ മകുടമായിരിക്കും.
തൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിൻ്റെ കിരീടമായിരിക്കും. അപ്പോൾ ഈ ലോകരാജ്യത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം വായിച്ചാൽ കാണാം, സാത്താൻ്റെ രാജ്യത്തിൻ്റെ, അവൻ്റെ രാജ്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, യേശുക്രിസ്തു പറയുന്നുണ്ട്. അപ്പോൾ സാത്താൻ്റെ രാജ്യത്തിൻ്റെ സകല മഹത്വവും കർത്താവ് എടുത്തുകളയും. 2000 വർഷം മുമ്പ് ദൈവപുത്രൻ യേശുക്രിസ്തുവിനെ ഒരു മലയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് സാത്താൻ എന്താ ചെയ്തത് നമ്മൾ വായിക്കാറുണ്ട്. ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് കർത്താവിന് കാണിച്ചു കൊടുത്തു സാത്താൻ. എന്നിട്ട് പറഞ്ഞു, ഇവയുടെ മേലെല്ലാ അധികാരവും മഹത്വവും ഞാൻ നിനക്ക് തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ സാത്താൻ തനിക്കുണ്ട് എന്ന് അവകാശപ്പെടുന്ന രാജ്യം, തനിക്കുണ്ട് എന്ന് അവകാശപ്പെടുന്ന ലോകരാജ്യം, അതിൻ്റെ മഹത്വം, ഇതെല്ലാം പുല്ലിൻ്റെ പൂവിന് തുല്യം അപ്രത്യക്ഷമാവും. ഇതെല്ലാം ദൈവം നീക്കിക്കളയും. കാരണം അത്യുന്നതനായ ദൈവമാണ് മഹത്വത്തിൻ്റെ കിരീടം. അപ്പോൾ അന്ന് എന്ന് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാലമാണ് അവസാന കാലം. അപ്പോൾ ഈ ഭൂമിയിലെ സാത്താൻ്റേതായ സകല മഹത്വങ്ങളും നീക്കി എല്ലാ മഹത്വവും ദൈവത്തിൽ നിറയുന്ന, ദൈവത്തിൽ വെളിപ്പെടുന്ന ഒരു സമയമാണ് അവസാന കാലം. യോഹന്നാൻ 5:44. പക്ഷെ എന്താ മനുഷ്യൻ്റെ സ്വഭാവം? യേശുക്രിസ്തുവോട് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുക, പരസ്പര മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇവിടെ ഒരു മനുഷ്യനിൽ കുടികൊള്ളുന്ന ഒരു വലിയ തിന്മയാണ് ഈ സ്വയം മഹത്വവും പരസ്പര മഹത്വവും. ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുന്നത് ഒരു മനുഷ്യനിൽ നിന്ന് ഏറ്റവും അവസാനം കടന്നു പോകുന്ന തിന്മയാണത്. ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന പല പ്രവൃത്തികളും, മിക്കവാറും എല്ലാ പ്രവൃത്തികളും ഒന്നുകിൽ സ്വയം മഹത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ പരസ്പര മഹത്വം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എന്തെല്ലാം പ്രവൃത്തികളാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്? ഒക്കെ തന്നെ മഹത്വപ്പെടുത്താനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മഹത്വം കിട്ടാനും. ആത്മീയതയുടെ പേരിൽ പോലും മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത് മുഴുവൻ ഈ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യരിൽ നിന്നുള്ള മഹത്വം, ഈ ലോകത്തിലെ മഹത്വം. പക്ഷെ എന്താ യേശുക്രിസ്തു പറയുന്ന നോക്കിയേ, ആ മഹത്വം അല്ല നാം അന്വേഷിക്കേണ്ടത്, ഏക സത്യ ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വമാണ്. നമ്മൾ വായിച്ചു കേട്ടു, വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വമുണ്ട്. ആ മഹത്വം എന്താണെന്നറിയാൻ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ ദൈവം പ്രകാശിപ്പിക്കണം. അങ്ങനെ പ്രകാശിപ്പിച്ച് ലഭിക്കാത്തവർക്കാർക്കും ഈ മഹത്വം എന്നൊന്ന് ഗ്രഹിക്കാൻ പോലും കഴിയില്ല. എന്നിട്ടല്ലേ ആ മഹത്വം അന്വേഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ലോകത്തിൽ മനുഷ്യൻ എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാത്തത്? അവൻ ഇന്ന് വരെ അവൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് കിട്ടിയിട്ടില്ല. ഏത് മഹത്വമാണ് ദൈവം അവിടുത്തെ വിശുദ്ധർക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്, വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? അപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള മഹത്വം അന്വേഷിക്കണം. യേശുക്രിസ്തു അങ്ങനെയായിരുന്നു. അവൻ്റെ അമ്മ പരിശുദ്ധ അമ്മ എങ്ങനെയായിരുന്നു? അവർ ഈ ഭൂമിയിലെ മഹത്വം അന്വേഷിച്ചില്ല. ഈ ഭൂമിയിൽ ഒരാളുടെ മഹത്വം പോലും അവരന്വേഷിച്ചില്ല. മനുഷ്യരെന്ത് വിചാരിക്കും? മനുഷ്യരുടെ നല്ല വാക്ക് കിട്ടുമോ? അവർ പ്രശംസിക്കുമോ? അവർക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടാതിരിക്കുവോ? ഇതൊന്നും യേശുക്രിസ്തു പരിഗണിച്ചതേയില്ല. അവനാകെ നോക്കിയത് ഒരു കാര്യമേ ഉള്ളൂ, അവനെ അയച്ച സ്വർഗസ്ഥനായ പിതാവിൻ്റെ മഹത്വം. അതുകൊണ്ട് എന്തായി? അന്നത്തെ സഭയിലെ അധികാരികളും നേതാക്കളും എല്ലാം അവൻ്റെ ശത്രുക്കളായി. കാരണം അവരുടെ ആരുടെയും മഹത്വം അവൻ അന്വേഷിച്ചില്ല. അവരുടെ മഹത്വം കിട്ടാൻ വേണ്ടി അവനൊന്നും പറഞ്ഞില്ല, ചെയ്തില്ല. ഇപ്പം ഇവിടെ ഇന്നും ഇങ്ങനെ തന്നെ ദൈവത്തിൽ നിന്നുള്ള മഹത്വം അന്വേഷിക്കുന്നവരെ സ്വയം മഹത്വത്തിന് വേണ്ടി, പരസ്പര മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരും നിലകൊള്ളുന്നവരും എതിർക്കും.
ഇതാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള മഹത്വമാണ് നിലനിൽക്കുന്ന മഹത്വം. അത് നിത്യമായ മഹത്വമാണ്. ആ മഹത്വം നമ്മൾ അന്വേഷിക്കണം എന്ന് തന്നെയാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. മറിച്ച് ഈ ലോകത്തിൻ്റെ മഹത്വം, പരസ്പര മഹത്വം, ഭൗമികമായ മഹത്വം, ലോകരാജ്യം തരുന്ന മഹത്വം, അത് പുല്ലിൻ്റെ പൂവിന് തുല്യം. അപ്പോൾ ഏത് മഹത്വത്തിലാണ് മനുഷ്യൻ അഭിമാനിക്കേണ്ടത്? മനുഷ്യനെന്ന് ദൈവമൊരുക്കിയിരിക്കുന്ന മഹത്വത്തിലേക്ക് തിരിയുന്നുവോ അന്ന് അവൻ രക്ഷയിലേക്കുള്ള വഴിയിലേക്ക് കടക്കും. 1 പത്രോസ് 1:4 തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിലേക്ക് വീണ്ടും ജനിച്ചിരിക്കുന്ന ഒരു ഗണവുമുണ്ട്. അതെല്ലാവരെയും കുറിച്ചല്ല പറഞ്ഞിരിക്കണേ. അപ്പോൾ എന്താണ് ഈ മഹത്വത്തിൻ്റെ പ്രത്യേകത? അത് അക്ഷയമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. അത് കളങ്കരഹിതമാണ്, പരിശുദ്ധമാണ്. അത് ഒളിമങ്ങാത്ത നിത്യ തേജസ്സുള്ളതാണ്. ഇതാണ് ദൈവത്തിൽ നിന്നുള്ള മഹത്വം. ദൈവപിതാവ് അവിടുത്തെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന മഹത്വം, നാം അന്വേഷിക്കണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള മഹത്വം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വമല്ലേ ശ്രേഷ്ഠം? അപ്പോൾ ഈ മഹത്വത്തെ പ്രതി ദൈവത്തിലല്ലേ നാം അഭിമാനിക്കേണ്ടത്? അപ്പോൾ ദൈവത്തെ അറിയുന്നവർ, ദൈവമൊരുക്കിയിരിക്കുന്ന മഹത്വം അറിയുന്നവർ ഈ ലോകത്തിൽ ഒരു മഹത്വവും തേടില്ല. അപ്പോൾ അങ്ങനെ തേടുന്നവരെ നിങ്ങൾ കാണുന്നെങ്കിൽ അവർ ഇതുവരെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അനേക കാര്യങ്ങൾ നമ്മൾ കണ്ടു. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. പ്രഭാഷകൻ 9:16 നീതിമാന്മാരോടൊത്ത് ഭക്ഷിക്കാവൂ, കർത്താവിനോടുള്ള ഭക്തിയായിരിക്കണം നിന്റെ അഭിമാനം. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന എത്ര പേര് കർത്താവിനോടുള്ള ഭക്തിയിൽ അഭിമാനിക്കുന്നുണ്ട്? എന്താ കർത്താവിനോടുള്ള ഭക്തി? അതിനെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാം. ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ ഭക്തി, മറ്റെല്ലാറ്റിനേക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കുന്ന ഭക്തി, എപ്പോഴും എല്ലായിടത്തും എല്ലാറ്റിലും ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ പ്രകീർത്തിക്കുന്ന ഭക്തി. അങ്ങനെ ഒരു ഭക്തി നീ അഭിമാനിക്കുന്നുണ്ടോ വിശ്വാസി? പ്രിയപ്പെട്ടവരെ, ഈ ദൈവഭക്തിയിലായിരിക്കണം നമ്മുടെ അഭിമാനം. എന്നാൽ അന്ത്യകാലത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 2000 വർഷം മുൻപ് തന്നെ 2 തിമോത്തിയോസ് 3-ാം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണുള്ള പ്രത്യേകത? അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കുന്നവരായിരിക്കും. അപ്പോൾ നാം ചുറ്റും നോക്കിയാൽ ഇത് കാണാൻ കഴിയും. ഭക്തിയുടെ ബാഹ്യമായ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാ കർമ്മങ്ങളുമുണ്ട്, പക്ഷേ അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിച്ചു, അതില്ല. അപ്പോൾ കാഴ്ചയിൽ ഭക്തിയാണ്, എന്നാൽ യഥാർത്ഥത്തിൽ ഭക്തിയില്ല. എന്നാൽ നാം യഥാർത്ഥത്തിൽ അഭിമാനിക്കേണ്ടത് കർത്താവിനോടുള്ള ഭക്തിയിലായിരിക്കും. ഇന്ന് ഈ ഭക്തി പലർക്കും ഒരു ലജ്ജാകരമായ വിഷയമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ ഗാനാലാപത്തോടെ ആരാധിക്കുന്നതൊക്കെ ഒരു കുറച്ചിലായിട്ടാണ് മനുഷ്യൻ കാണുന്നത്.
ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി കരുതുന്ന സമൂഹമാണ് വിശ്വാസികൾ എന്ന് പറയുന്നവരിൽ പോലും പലരും. അപ്പൊ ദൈവത്തിൻ്റെ കർത്താവിനോടുള്ള ഭക്തിയിൽ, ദൈവപിതാവിനോടുള്ള ഭക്തിയിൽ അഭിമാനിക്കേണ്ടതിന് പകരം ലജ്ജിക്കുന്നവരായി മാറി ഇന്നത്തെ തലമുറ. പ്രഭാഷകൻ 39:6-8. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും. ജ്ഞാനവചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവർ കർത്താവിന് നന്ദി പറയും. അവൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അപ്പോൾ ജ്ഞാനം നിറഞ്ഞാലാണ്, ജ്ഞാനം ലഭിച്ചാലാണ് ഒരു വ്യക്തിയുടെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയുള്ളൂ. ചിന്തയും അറിവും ഉണ്ടായാൽ പോരാ, അത് നേരായ മാർഗത്തിലേക്ക് ആയിരിക്കണം. അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അപ്പോൾ ജ്ഞാനമുള്ളവൻ മാത്രമാണ്, തൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിഞ്ഞവർ മാത്രമാണ് ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയുള്ളൂ. എത്ര ക്രിസ്ത്യാനികളാണ് ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കണത്? എത്ര പേർക്കാണ് അതിന് സമയം? വ്യഗ്രത ഒഴിഞ്ഞിട്ട് വേണ്ടേ ഈ ലോകത്തിൽ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനുമായി കൂടുതൽ പച്ചയായ മേച്ചിൽ പുറങ്ങൾ തേടി ഓടുകയാണ്. ഇവിടെ ആർക്കാ സമയം? ഈ ലോകരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, മാനവ ശേഷി നൽകാൻ വേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്ന ഏത് സഭാധികാരികളാണ് ദൈവീക രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്? അതൊന്നും ലോകദൃഷ്ടിയിൽ ലാഭമുള്ള കാര്യമല്ല. അതൊന്നും ലോകദൃഷ്ടിയിൽ മഹത്വം നേടിത്തരുന്ന കാര്യമല്ല. എന്നാൽ ആരുടെ ചിന്തയും അറിവുമാണോ നേരായ മാർഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്, അവർ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കും. അവൻ കർത്താവിൻ്റെ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അങ്ങനെ ഒരു അഭിമാനം നിങ്ങൾക്കുണ്ടോ? കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ. കർത്താവിന് ഉടമ്പടിയുണ്ട്. ദൈവം അവിടുത്തെ മക്കളുമായി അന്ത്യകാലത്ത് നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു. ഇതിനു മുമ്പ് ദൈവം ദൈവജനവുമായി ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടിയെല്ലാം ജനങ്ങൾ ലംഘിച്ചു. അതുകൊണ്ട് ഹെബ്രായരുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവവും അത് തള്ളിക്കളഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അന്ത്യകാലത്ത് ദൈവം തൻ്റെ മക്കളുമായി ചെയ്യുന്ന ഒരിക്കൽ ലംഘിക്കപ്പെടില്ലാത്ത ഒരു നിത്യ ഉടമ്പടിയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. ആ ഉടമ്പടിയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്നത് സിയോനിലാണ്. ഈ ഉടമ്പടിയുടെ ദൂതനാണ് ദൈവം സിയോനിലേക്ക് അയച്ച ജോസഫ് പൊന്നാർ. അപ്പോൾ അവനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഈ ഉടമ്പടിയുടെ നിബന്ധനകളിൽ നാം അഭിമാനം കൊള്ളണം. അതിനാ ഉടമ്പടിയെക്കുറിച്ച് അറിയണം, ഉടമ്പടിയുടെ രഹസ്യങ്ങൾ അറിയണം, ഉടമ്പടിയുടെ ദൈവത്തെ അറിയണം, ഉടമ്പടിയുടെ മധ്യസ്ഥനായ വീണ്ടും ശരീരം ധരിച്ചു വന്ന ഈ എംപറർ ഇമ്മാനുവേലിനെ അറിയണം, ഉടമ്പടിയുടെ മക്കളാരാന്നറിയണം. അപ്പോഴാണ് ഈ ഉടമ്പടിയിൽ അഭിമാനിക്കാൻ കഴിയൂ. ജെറമ്യാ 9:23-24 കർത്താവ് അരുളിച്ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. അതിലൊന്നും അഹങ്കരിക്കാനില്ല, ദൈവത്തിൻ്റെ ദാനമാണ്. യഥാർത്ഥ ജ്ഞാനം വിനയമുള്ളതാണ്. ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. ഇതും മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. നാളെ നഷ്ടപ്പെട്ടു പോകുന്ന സമ്പത്താണെങ്കിലും മനുഷ്യൻ വെറുതെ അതിൽ അഭിമാനം കൊള്ളും. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണ് എന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അറിയിച്ചത്. അപ്പോൾ നാം എന്തിനാ പ്രശംസിക്കേണ്ടത്? കർത്താവ് ഈ ഭൂമിയിൽ
കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണ് എന്ന അറിവിൽ എംപറർ ഇമ്മാനുവേൽ ഈ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണ് എന്ന അറിവിൽ പ്രശംസിക്കണം. അപ്പോൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയിൽ, ദൈവത്തിൻ്റെ കരുണയിൽ, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ, ദൈവത്തിന് അവിടുന്ന് സ്ഥാപിക്കുന്ന നീതിയിൽ നാം അഭിമാനം കൊള്ളണം. ഇതിലാണ് അഭിമാനിക്കേണ്ടത്, അതിലാണ് പ്രശംസിക്കേണ്ടത്. അപ്പോൾ ഈ കർത്താവാണെന്ന അറിവ് അതെങ്ങനെ ലഭിക്കും? ദൈവത്തെ നാം എങ്ങനെ അറിയും? ഇവിടെ ഇതെല്ലാം ദൈവത്തെ അറിയുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പരിശോധിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. എന്നാൽ ദൈവവും പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ അവിടുത്തെ പുത്രനാണ് പിതാവിനെ, ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തരുത്. അപ്പോൾ 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രൻ യേശു ക്രിസ്തു വഴിയാണ് നാം പിതാവിനെ അറിയുന്നത്. എന്നാൽ 2000 വർഷം ദൈവപുത്രൻ എന്താ പറഞ്ഞേ? ഞാൻ ഉപമകൾ വഴിയാണ് ഇതെല്ലാം നിങ്ങളോട് സംസാരിച്ചത്. ഉപമകൾ വഴി അല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അവൻ്റെ 1-ാം വരവിലല്ല, അവൻ്റെ 2-ാം വരവിൽ. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ 1-ാം വരവിൽ യേശു ക്രിസ്തു പിതാവിനെ പറ്റി സ്പഷ്ടമായി നമ്മൾ അറിയിച്ചിട്ടില്ല. അവൻ അറിയിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവന് 2-ാം വരവിൽ അറിയിക്കുള്ളൂ. 2-ാം വരവിൽ നേരിട്ട് പ്രസംഗിക്കില്ല എന്നെഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ അയച്ച ദൂതൻ വഴി, അവനയച്ച സദ്വാർത്ത ദൂതൻ വഴി, ജോസഫ് പൊന്നാർ വഴി പിതാവിനെ അവനുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നു. അങ്ങനെ പിതാവിനെ അറിയുമ്പോഴാണ് കർത്താവിൽ അഭിമാനിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ പിതാവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നാം എത്തിച്ചേരുകയില്ല. വീണ്ടും യെശയ്യാ 41:14-16 കർത്താവ് അരുളിച്ചെയ്യുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിര് പോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റവയെ പറപ്പിച്ചു കളയുകയും ചെയ്യും, കൊടുങ്കാറ്റവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. അപ്പോൾ ദൈവത്തിൽ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളണമെങ്കിൽ എന്ത് വേണം? ദൈവത്തെ അറിയണ്ടേ? ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയണ്ടേ? ദൈവമുണ്ട് എന്ന് കേട്ട് കേൾവി ഉണ്ടായ പോരാ. ഇന്ന് പലരുടെയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവമുണ്ട് എന്നൊരു കേട്ട് കേൾവി മാത്രമാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നില്ല. അത് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ലോകം ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ദൈവത്തിൽ അഭിമാനം കൊള്ളും? ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നവരെ എങ്ങനെ ഉൾക്കൊള്ളാൻ ലോകത്തിന് കഴിയും? ദൈവത്തെ അറിയാത്തവർക്ക് ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നവരെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഇതാണ് ഇന്ന് ദൈവപിതാവിനെ സ്നേഹിക്കുന്ന മക്കൾക്കെതിരെയുള്ള മനുഷ്യരുടെ സകല ദൂഷണങ്ങളുടെയും കാരണം. സക്കറിയ 10:9-12 ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചെങ്കിലും വിദൂരദേശങ്ങളിൽ അവർ എന്നെ അനുസ്മരിക്കും. അവർ മക്കളോടുകൂടെ ജീവിക്കുകയും തിരിച്ചു വരികയും ചെയ്യും. ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും. അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും. കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ ദൈവമക്കൾ
ദൈവം അന്ത്യകാലത്ത് ഒരുമിച്ച് കൂട്ടുന്ന ദൈവമക്കൾ. ഈ ലോകത്തിൻ്റെ ലോകമോഹങ്ങളിൽ നിന്നും ലോകത്തിൻ്റെതായ സകല അശുദ്ധികളിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുന്ന ദൈവമക്കൾ ദൈവത്തിൻ്റെ നാമത്തിലാണ് അഭിമാനമുള്ളത്. ഈ വചനങ്ങളെല്ലാം പൂർത്തിയാക്കപ്പെടണ്ടേ? ഇതെല്ലാം പൂർത്തിയാക്കപ്പെടുന്ന സമയമാണ് അവസാന കാലം. പ്രിയപ്പെട്ടവരെ, ഈ പിതാവിൻ്റെ നാമം അത് ആദ്യമായി പ്രഘോഷിക്കപ്പെട്ടത് ജോസഫ് പൊന്നാർ എന്ന അത്യുന്നതൻ്റെ പ്രവാചകൻ വഴി സദ്വാർത്തയിലൂടെയാണ്. നാമം വെളിപ്പെട്ടാലല്ലേ നാമത്തിൽ അഭിമാനിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ നാമം വെളിപ്പെടുന്നത് അന്ത്യകാലത്ത് മാത്രമാണ്. അപ്പോൾ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു സമൂഹമുണ്ട്. പ്രിയപ്പെട്ട സിയോൻ ദൈവപിതാവിൻ്റെ നാമത്തിലാണ് ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നത്. ഈ നാമത്തിലാണ് സിയോൻ ഏറ്റവും കൂടുതൽ പ്രത്യാശ വച്ചിരിക്കുന്നത്. ഈ നാമത്തെയാണ് സിയോൻ ഏറ്റവും അധികം ഉയർത്തുന്നത്. ഈ നാമത്തെയാണ് സിയോൻ ഏറ്റവും അധികം ആരാധിക്കുന്നത്. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളും എന്ന വചനം ഇന്ന് സിയോനിൽ പൂർത്തിയായിരിക്കുന്നു. റോമ 5:9-11. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. അപ്പോൾ അനേകം ആളുകൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. അത് 2000 വർഷം ലഭിച്ച രക്ഷയുടെ അഡ്വാൻസ് മാത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കിയേ, ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം ഒരു ഗണം അവൻ മൂലം വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ ആ ക്രോധത്തിൽ രക്ഷിക്കപ്പെട്ടാലേ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇവിടെ എന്താണ് ഈ വരാനിരിക്കുന്ന ക്രോധം? നിങ്ങൾ ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, അന്ത്യകാലത്ത് സാത്താൻ്റെ മേലും അവൻ്റെ സകല സംവിധാനങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ക്രോധം ചൊരിയുന്ന സമയമാണ്. ക്രോധത്തിൻ്റെ നിമിഷം. ഈ ക്രോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ഒരേ ഒരുവനേ ഉള്ളൂ, വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു തന്നെയായ എംപറർ ഇമ്മാനുവേൽ. മറ്റാരിലും രക്ഷയില്ല. മറ്റാർക്കും ഈ വരാനിരിക്കുന്ന ദൈവക്രോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാവില്ല. അപ്പോൾ അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. ആര്? ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവർ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടു. എങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടും എന്നത് തീർച്ചയാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത്, സിയോൻ പ്രഘോഷിക്കുന്നത് ദൈവപുത്രൻ യേശു ക്രിസ്തു അവൻ്റെ 2ാം വരവിൽ തരാനിരിക്കുന്ന ഒരു രക്ഷയെക്കുറിച്ചാണ്. അഥവാ എംപറർ ഇമ്മാനുവേൽ നമുക്ക് നൽകാനിരിക്കുന്ന ഒരു രക്ഷയെക്കുറിച്ചാണ്. ഇത് പ്രസംഗിക്കുമ്പോൾ ഇവിടുത്തെ വലിയ ബൈബിൾ പണ്ഡിതന്മാർ പരീക്ഷിച്ചത് കേട്ടിട്ടുണ്ട്. അവർ യേശു ക്രിസ്തുവിനെയൊക്കെ വിട്ടു, അവൻ തന്ന രക്ഷയൊക്കെ തള്ളിക്കളഞ്ഞു, ഇപ്പോൾ വേറെ ഏതോ എമ്മാനുവേലിൻ്റെ പുറകെയാ, ഇനി രക്ഷ കിട്ടാനുണ്ടെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇത് പറയുന്ന ബൈബിൾ പണ്ഡിതന് യേശു ക്രിസ്തു ആരാന്നും അറിയില്ല, പിതാവ് ആരാന്നും അറിയില്ല, രക്ഷ എന്തെന്ന് അറിയില്ലെന്ന് തീർച്ചയാണ്. ഡോക്ടറേറ്റ് ഉണ്ടായിരിക്കും, വലിയ സ്ഥാനത്തിരിക്കുന്ന ആളായിരിക്കും, പക്ഷേ ഇതൊന്നും അറിയില്ലെന്ന് വളരെ വ്യക്തമാണ്. അറിയുമായിരുന്നില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമായിരുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പരിശോധിക്ക്. പുതിയ നിയമത്തിൽ തന്നെ അനേക ഇടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു വീണ്ടും വരുന്നത് ഒരു രക്ഷ നൽകാനാണ്. ആ രക്ഷ എന്താന്ന് പോലും ക്രിസ്ത്യാനിക്കറിയില്ല. ആരെയും പഠിപ്പിച്ചിട്ടില്ല. എന്താ കാരണം? ഈ രക്ഷ എന്താണെന്ന് വെളിപ്പെടുത്തപ്പെടുന്നത് അന്ത്യകാലത്താണ്. ഇത് വെളിപ്പെടുത്താൻ ദൈവം അയക്കുന്നവനാണ് സദ്വാർത്തയുടെ ദൂതൻ. ആ രക്ഷ വെളിപ്പെടുത്തിയവനാണ് ജോസഫ് പൊന്നാർ.
അപ്പോൾ ആ രക്ഷ അറിഞ്ഞാലല്ലേ ആ രക്ഷ സ്വന്തമാക്കാൻ നാം എന്തു ചെയ്യണമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യും. അപ്പോൾ യേശു ക്രിസ്തു അവൻ്റെ രണ്ടാം വരവിൽ നൽകാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഗണത്തിന് മാത്രമേ ദൈവത്തിൽ അഭിമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർ ഈ ലോകത്തിലെ ക്ഷണികമായ കാര്യങ്ങളിൽ, നശിച്ചു പോകുന്ന കാര്യങ്ങളിൽ, ലൗകികമായ കാര്യങ്ങളിൽ അഭിമാനിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, 1 കൊരിന്തോസ് 1:26-31, സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി ചിന്തിക്കുവിൻ. അത് ഈ ലോകത്തിൽ മനുഷ്യൻ ദൈവവിളി എന്ന് പറയുന്ന ദൈവവിളി അല്ല, പരിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവവിളി. ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കുമുള്ള വിളി. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. ആര്? ഈ ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ലഭിക്കുന്നവർ. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ഈ വാക്കുകളൊക്കെ ഈ ലോകത്തിൽ ഓരോ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവർ നന്നായി വായിച്ച് ധ്യാനിക്കണം. ദൈവം തിരഞ്ഞെടുക്കുന്നത് ഈ ലോകത്തിലെ പണ്ഡിതന്മാരെ അല്ല, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പാണ്ഡിത്യം തലയ്ക്ക് പിടിച്ചവരെ അല്ല, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വിജ്ഞാനികളെ അല്ല, ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവർ. ദൈവദൃഷ്ടിയിലല്ല, ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവർ. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ, കാര്യം മനുഷ്യൻ ശക്തിയിൽ അഭിമാനിക്കുന്നവരാണല്ലോ, എന്നാൽ ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെ ദൈവം തിരഞ്ഞെടുക്കും. നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു. അതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. എന്താ കാരണം? ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ വിളിയും തിരഞ്ഞെടുപ്പും ലഭിക്കുന്നവർക്ക് എന്തില്ലെങ്കിലും അഹങ്കരിക്കാനുണ്ടോ? എന്തില്ലെങ്കിലും അഭിമാനിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ആകെയുള്ളത് അവരുടെ ഒന്നുമില്ലായ്മയും അവരുടെ നിസ്സാരതയും മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് അഭിമാനിക്കാൻ അവ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ഒന്നുമില്ലായ്മയും നിസ്സാരതയും. എന്നാൽ അഭിമാനിക്കുന്ന ഒന്നുണ്ട്, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൽ. ബലഹീനതയിൽ ശക്തി വെളിപ്പെടുത്തുന്ന ദൈവം, സർവശക്തനായ ദൈവം, എല്ലാറ്റിൻ്റെയും ഉടയവനായ പിതാവ്, അവിടുന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. അപ്പോൾ അവിടുന്നാണ് അഭിമാനിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വിമോചനവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ് നാം കർത്താവിൽ അഭിമാനിക്കേണ്ടത് എന്ന് അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. 1 കൊരിന്തോസ് 3:18-21, ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. അവനവനിൽ തന്നെ അഭിമാനിക്കുന്നവൻ യഥാർത്ഥത്തിൽ ആത്മവഞ്ചന ചെയ്യുകയാണ്, തന്നെ വഞ്ചിക്കുകയാണ്. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനി ആകേണ്ടതിന് അവൻ തന്നെ ഭോഷനാകട്ടെ. അപ്പോൾ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് കരുതുന്നവൻ യഥാർത്ഥത്തിൽ ജ്ഞാനിയല്ല. അതാണ് വചനത്തിൻ്റെ അർത്ഥം. അവൻ യഥാർത്ഥത്തിൽ ജ്ഞാനിയാകണമെങ്കിൽ ഈ ലോകത്തിന് മുമ്പിൽ തന്നെ ഭോഷനാക്കണം. എന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ഈ ലോകത്തിൻ്റെ വിജ്ഞാനം, മനുഷ്യനെ അഭിമാനിക്കുന്ന വിജ്ഞാനം, ദൈവത്തിന് ഭോഷത്വമാണ്. ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ വാക്കുമാണ് നിറവേറുന്നത്. മനുഷ്യൻ്റെ കാൽക്കുലേഷൻ അല്ല, മനുഷ്യൻ്റെ പദ്ധതി അല്ല,
മനുഷ്യൻ്റെ തീരുമാനമല്ല, മനുഷ്യൻ്റെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നടക്കുന്നത്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കുടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബുദ്ധിശാലികളുടെ തന്ത്രങ്ങൾ അവരെ തന്നെ കൊടുക്കും. ബുദ്ധിശാലിയുടെ ആലോചനകൾ വ്യർത്ഥമാണെന്ന് ദൈവം തെളിയിക്കും. ഇതൊക്കെ ദൈവം തെളിയിക്കുന്ന സമയമാണ് അവസാന കാലം, നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. അതിനാൽ മനുഷ്യരുടെ പേര് നിങ്ങൾ അഭിമാനിക്കേണ്ട. പിന്നെ ആരിൽ അഭിമാനിക്കണം? ദൈവത്തിൽ അഭിമാനിക്കണം. ദൈവത്തിൽ അഭിമാനിക്കണം, മനുഷ്യൻ്റെ പേരിലല്ല അഭിമാനിക്കേണ്ടത്. 1 പത്രോസ് 2:6-8 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഇതാ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നത് സിയോനിലാണ്, വേറെ എവിടെയല്ല. തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കൽ ലജ്ജിക്കില്ല, മറിച്ച് എന്ത് ചെയ്യും? അത് അഭിമാനിക്കും. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. അപ്പോൾ സിയോനിൽ ദൈവം സ്ഥാപിക്കുന്ന ഒരു മൂലക്കല്ല് അന്തിമകാലത്ത്. അതിൽ വിശ്വസിക്കുന്നവരുമുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അത് അഭിമാനമാണ്. അപ്പോൾ സിയോനിൽ ദൈവമായ കർത്താവ്, അത്യുന്നതനായ പിതാവ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു കല്ലുണ്ട്. ഈ കല്ലിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിനാൽ അത് ഞങ്ങൾക്ക് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കും. ഇത് യേശുക്രിസ്തുവും പറയുന്നുണ്ട്, പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെയും പറയും. അങ്ങനെ സിയോനിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കല്ലിൽ വിശ്വസിക്കുന്നതിനാൽ അതിൽ അഭിമാനിക്കുന്നവരാണ് സിയോൻ വിശ്വാസികൾ. അത് വിശ്വസിക്കാത്തവർക്ക് അത് അവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഈ ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. അപ്പോൾ സിയോനിൽ അന്ത്യകാലത്ത് കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന മൂലക്കല്ലിൽ നാം അഭിമാനിക്കണം. അഭിമാനിക്കണമെങ്കിൽ അതിൽ വിശ്വസിക്കണം. വിശ്വസിക്കണമെങ്കിൽ അത് ദൈവമാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നറിയണം. അത് വിശ്വസിക്കണം. സങ്കീർത്തനങ്ങൾ 106:47 ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ. ഇത് ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. ഇത് അന്ത്യകാലത്താണ് പൂർത്തിയാക്കപ്പെടുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്കിടവരട്ടെ. അപ്പം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സ്തുതിക്കുന്നത് അഭിമാനമാണ്. അതിന് ഏറ്റവും വലിയ മകുടോദാഹരണമാണ് ദാവീദ് രാജാവ്. അവൻ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നതിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം വായിച്ചു. സങ്കീർത്തനങ്ങൾ 34:1-3 ദാവീദ് പറയുക, കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളുണ്ടായിരിക്കും. എപ്പോഴും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. അതെന്താ പീഡിതർ കേൾക്കുന്നത്? എന്താണ് പീഡിതരോട് പ്രസംഗിക്കപ്പെടുന്നത്? അതിനുത്തരം യേശയ്യാ പ്രവാചന പുസ്തകം 61-ാം അധ്യായം 1-2 വചനങ്ങളുണ്ട്. സദ്വാർത്ത ദൂതൻ പ്രഘോഷിക്കുക, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ അന്ത്യകാലത്ത് സദ്വാർത്ത ദൂതൻ വഴി ദൈവം പ്രഘോഷിക്കുന്ന സദ്വാർത്തയാണ് പീഡിതർ കേൾക്കുന്നത്. അത് കേട്ടവർ ആനന്ദിക്കും. ഈ സദ്വാർത്തയാണ് ജോസഫ് പൊന്നാർ സിയോനിൽ പ്രഘോഷിച്ച വാർത്ത. അത് പീഡിതർക്ക് ആനന്ദം നൽകുന്ന വാർത്ത, ദൈവത്തിൽ അഭിമാനിക്കുന്ന വാർത്ത. നമുക്കൊരുമിച്ച്, ദാവീദ് പറയുക, നമുക്കൊരുമിച്ച്
അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. അപ്പോൾ ഇവിടെ സങ്കീർത്തകൻ പറയുക, അവിടുത്തെ സ്തുതിക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങളിലും പ്രവാചക ലിഖിതങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളിലും പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ സംസാരിച്ച വചനങ്ങളിലുമെല്ലാം നാം കാണുന്നൊരു കാര്യമാണ്, നാം എപ്പോഴും കർത്താവിൽ അഭിമാനിക്കണം. മനുഷ്യരിലോ മനുഷ്യൻ്റെ നേട്ടങ്ങളിലോ മനുഷ്യൻ്റെ മഹത്വത്തിലോ മനുഷ്യനുണ്ട് എന്ന് കരുതുന്ന കാര്യങ്ങളിലോ അല്ല നാം യഥാർത്ഥത്തിൽ അഭിമാനിക്കേണ്ടത്, അത്യുന്നതനായ ദൈവത്തിലാണ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ അതിനായി ഒന്ന് പരിശീലിപ്പിക്കാം. ഇന്നോളം മനുഷ്യരിൽ അഭിമാനിച്ച, ഇന്നോളം മാനുഷിക കാര്യങ്ങളിൽ അഭിമാനിച്ച നമുക്ക് ദൈവത്തിൽ അഭിമാനിക്കാൻ നമ്മെ തന്നെ പരിശീലിപ്പിക്കാം. അതിന് ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം. ദൈവത്തെ അറിയാൻ ഏകാഗ്രതയോടെ ശ്രമിക്കാം. കാരണം ഇപ്പോൾ അവിടുത്തെ അറിയാൻ നമുക്ക് കഴിയുന്ന സമയം. അങ്ങനെ ദൈവത്തിൽ അഭിമാനിക്കുമ്പോഴാണ് ദൈവമൊരുക്കിയിരിക്കുന്ന രക്ഷയെ പ്രതി, ദൈവമൊരുക്കിയിരിക്കുന്ന മഹത്വത്തെ പ്രതി നമുക്ക് പ്രത്യാശിക്കാൻ കഴിയും. അങ്ങനെ അറിയുമ്പോഴാണ്, ദൈവത്തിൽ അഭിമാനിക്കുമ്പോഴാണ് എല്ലാറ്റിലും ഉപരി അവിടുത്തെ സ്തുതിക്കാനും സ്നേഹിക്കാനും അനുസരിക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ മാത്രമാണ് ഈ അന്ത്യകാലത്ത് അവിടുത്തെ പുത്രൻ എംപറർ ഇമ്മാനുവേൽ വഴി ദൈവമൊരുക്കിയിരിക്കുന്ന ചേതോഹരമായ രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇതിനെല്ലാം ഓരോ ദൈവമക്കളെയും അത്യുന്നതനായ ദൈവം അനുഗ്രഹിക്കട്ടെ, അവിടെ മേൽ അവിടുന്ന് കരുണ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എന്നും എക്കാലവും എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.